മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ നവ്യ നായരുടെ ഏറ്റവും വലിയ വിഷമവാർത്തയാണ് ഇപ്പോൾ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ, ഇത് എന്ത് ബന്ധമാണെങ്കിലും, ദാമ്പത്യ ജീവിതമാണെങ്കിലും എന്ത് തരം ബന്ധമാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും ചർച്ച ചെയ്യുന്ന വിഷയം അവിടുത്തെ ആളുകളെ തന്നെയായിരിക്കും. നവ്യയുടെ കാര്യത്തിൽ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ അന്നൊക്കെ നെടുംതൂണായി മുന്നിൽ നിന്നത് സന്തോഷിൻ്റെ ഈ അമ്മ തന്നെയാണ്. ഇനി ആ അമ്മ മുന്നിലില്ല എന്നത് നവ്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷമം തന്നെയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ പലതും വേണ്ട എന്ന് വെച്ചപ്പോഴും എനിക്കുണ്ടായിരുന്നത് അമ്മ മാത്രമായിരുന്നു, അമ്മയുടെ സ്നേഹം മാത്രമായിരുന്നു. ഇതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് എത്തുന്നത്. പ്രേക്ഷകരും സംസാരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാക്കുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നവ്യയോട് അമ്മ അവസാനമായി പറഞ്ഞൊരു വാക്കുണ്ട്. അത് കൃത്യമായി തന്നെ കേൾക്കുന്നവർക്കത് മനസ്സിലാകും. എൻ്റെ മോളെ, നീ നല്ലതായി തന്നെ വരും, എന്നും നീ അങ്ങനെ തന്നെ തിളങ്ങി നിൽക്കും. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കും. നീ നല്ലവളാണ്. നിൻ്റെ ജീവിതത്തിൽ എന്നും പ്രകാശമുണ്ടായിരിക്കും. നിൻ്റെ വിളക്ക് ഒരിക്കലും കെടാതിരിക്കട്ടെ. നിൻ്റെ വിളക്ക് ഒരിക്കലും കെടാതിരിക്കാൻ അമ്മയും പ്രാർത്ഥിക്കും. ഇതായിരുന്നു പറഞ്ഞൊരു കാര്യം. നവ്യയോടുള്ള സ്നേഹത്താലാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും അമ്മ അതിനെക്കുറിച്ച് സംസാരിച്ച് എത്തിയത്. മക്കളെ ആ വിളികേട്ട് കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട്. മക്കളുടെ വിളക്ക് ഒരു കാലത്തും കെടില്ല. അമ്മയാ പറയുന്നത്. ഒരിക്കലും നിന്റെ ഐശ്വര്യം ആർക്കും കെടുത്താൻ സാധിക്കില്ല. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതാണ് നിന്റെ മുന്നിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് ആ അമ്മ ഇപ്പോൾ അവിടെ കുറിച്ച് പറഞ്ഞത്. നവ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നവ്യയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പലപ്പോഴായി അമ്മ ഇത്തരത്തിൽ സംസാരിച്ചതെന്നും മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല തെറ്റുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ വേണ്ട എന്ന് വയ്ക്കാൻ എനിക്കൊരു കാരണം അമ്മയുടെ സ്നേഹം കൂടിയായിരുന്നു. ആ ഉദ്ദേശിക്കുന്നത് പോലും സന്തോഷമായിട്ടുള്ള ജീവിതമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ആ ജീവിതത്തിനേക്കാൾ ഉപരി ഒന്നുമില്ല. ആ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തണലായി നിന്നത് അമ്മ തന്നെയാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരും ആ വാക്കുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നവ്യയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നെടുന്തൂണായി നിന്ന ഒരു വ്യക്തി കൂടിയാണ് സന്തോഷിൻ്റെ അമ്മ. എല്ലാവരും തൻ്റെ മക്കളെ കുറ്റം പറഞ്ഞ് കൂടെ നിൽക്കുന്നവരോട് എതിർത്ത് നിൽക്കുകയും തൻ്റെ മക്കളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും. എല്ലാ വീട്ടിലും അതാണ് കാണാൻ സാധിക്കുന്നത്. മരുമക്കളെ പുറന്തള്ളുന്ന അമ്മായിയമ്മമാർ. എന്നാൽ അങ്ങനെ ഒരു അമ്മായിയമ്മയല്ല നവ്യയ്ക്ക് കിട്ടിയത്. അതാണിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നവ്യ നായരുടെ ഭർത്താവിൻ്റെ അമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി. എന്നാൽ ഈ വിവരം പങ്കുവെച്ചെത്തിയത് നവ്യയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സ്നേഹം അണപൊട്ടി ഒഴുകി. ശരിക്കും പറഞ്ഞാൽ നവ്യ എന്തുമാത്രമാണ് ആ അമ്മയെ സ്നേഹിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെ ഒറ്റ വാക്കിലൂടെ നമുക്കിതിനെക്കുറിച്ച് അറിയാനും സാധിക്കും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാക്കിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. നവ്യയോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോഴും എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.